ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പാചകമൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാനൊരു സെറ്റും മുണ്ടും ഉടുക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഉടുക്കുന്ന രീതി അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നേരിയതും മുണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിക്കുവാണേ. നീളം കൂടുതലുള്ളതാണ് നേരിത്, ഇതാണ് നേരിത്, മറ്റേത് മുണ്ട്. എന്നാലും നമുക്ക് പുറകോട്ട് ഇടുമ്പം അതിൻ്റെ മുന്താണി ഇത് നമുക്ക് തുമ്പ് കിട്ടത്തുള്ളൂ പുറകോട്ട് ഇടുന്നതിന്. അപ്പോൾ ഇതാണ് നമുക്ക് നേരിത്. അപ്പോൾ മുണ്ട് ഉടുക്കാം. നമ്മൾ മുണ്ട് ഉടുക്കാൻ പോണേ. മുണ്ടിന് നല്ല നീളമുള്ള മുണ്ടാണല്ലോ, അന്നേരം ഇത്രയും നീളത്തിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. അതിന് നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഇതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് ഉടുക്കണം. അപ്പം നമുക്ക് അതിൻ്റെ പാകത്തിനുള്ള നീളമാകും. ഇങ്ങനെ വെച്ച് നമ്മൾ ഉടുക്കുക. ഇങ്ങനെ ഈ പുറവശമെല്ലാം ഇതകത്തോട്ടാക്കി എന്നിട്ട് ഈ ഫ്രണ്ട് ഇതിൻ്റെ പാകത്തിന് കണ്ടോ, നമുക്കിങ്ങനെ ഈ നടുഭാഗത്തായിട്ട് ഇത് കൊണ്ടുവരാം. എന്നിട്ട് ഇവിടെ ഇത് കുറച്ച് ഈ തുമ്പ് ഇങ്ങനെ കാണുമല്ലോ, അന്നേരം ഇത് അകത്തോട്ട് മടക്കുക. അകത്തോട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് ഉടുക്കാം ഇതിൻ്റെ പാകത്തിന്. ഈ സൈഡ് തേണ്ടി ഇങ്ങനെ മടങ്ങിയിരിക്കും. ഇത് നമുക്കൊരു പിൻ എന്നിട്ട് നമുക്കിവിടെ കുറ്റിയാൽ മതി. ഒരു പിന്നെ ഇവിടെ നേരെ നിൽക്കാനായിട്ട്. ഇവിടെ നമ്മളൊരു പിന്നു കുത്തുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ സൈഡ് മടങ്ങിയിരിക്കുന്ന കണ്ടോ, മടങ്ങി നല്ലതായിട്ട് മടങ്ങിയത് ഈ സൈഡ് കണ്ടോ. ഇവിടെ നമ്മൾ ഇത് കുറേ ഇങ്ങനെ നീളത്തിലുണ്ടായിരുന്നല്ലോ, ഈ ഭാഗം ഇങ്ങനെ നീളത്തിലുണ്ടായിരുന്നു. അവിടെ നമ്മളെ ഇത് അകത്തോട്ടാക്കിയിട്ട് ഈ സൈഡിൽ ഞാൻ ഒരു പിന്നു കുത്തി. ഇവിടെ കുത്തി നമുക്ക് ഇവിടെ ഒരെണ്ണം കുത്താം, ഇവിടെ ഒരെണ്ണം കുത്താം. അപ്പോൾ അങ്ങനെ തന്നെ മടങ്ങി തന്നെ ഇരുന്നോളൂ അത്. കണ്ടോ, അപ്പോൾ റെഡി ആയില്ലേ ആ സൈഡ്. പിന്നെ ഈ സൈഡും ഇതുപോലെ തന്നെ ഇത് കാണാത്ത രീതിയിൽ കുത്തണമെന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ കുത്തി കാണിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് കുത്തി കാണിച്ചാൽ മതി. അതിപ്പോൾ അത് പുറത്തോട്ട് കാണത്തില്ല. ഇതാ ഇങ്ങനെ. ഇനിയിപ്പം ഇതിൻ്റെ നേരിത് ചുറ്റുമ്പോൾ മുട്ടും കാണത്തില്ല. പിന്നെ ഈ സൈഡും അതുപോലെ തന്നെ അകത്തോട്ടാക്കിയേക്കുമല്ലോ, തേണ്ടി ഇങ്ങനെ ഈ സൈഡും ഈ ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് കുത്തിയാൽ അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഈ കര ഇങ്ങനെ ഇവിടെ നേരെ തന്നെ ഇരിക്കും കണ്ടോ, ഇതുപോലെ നേരെ ഇരിക്കും കണ്ടോ. ഇപ്പോൾ റെഡി ആയില്ലയോ? ഇനി നേരിത് നമുക്ക് റെഡിയാക്കാമേ. ഞാൻ നേരിതിൻ്റെ പ്ലീറ്റ് എടുക്കാൻ പോവാണേ. ഞാനൊരു 5 പ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത്. ചിലരാണെന്നുണ്ടെങ്കിൽ 5 എടുക്കും, ചിലർ 7 എടുക്കും. ഞാൻ പിന്നെ ഇതിനകത്തിൽ 5 എണ്ണം എടുക്കുന്നു. ഇതിനധികം വീതി ഇല്ലാത്തത് കൊണ്ട് 5 പ്ലീറ്റ് എടുക്കുന്നുള്ളൂ. കൂടുതൽ പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വയറൊക്കെ കാണും. ഇതാകുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് നിൽക്കും. ഇതാ ഞാൻ ഈ വീതിക്ക് എടുത്തേക്കുന്നേ. അപ്പം നമുക്കിതാകുമ്പോൾ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടും. ഞാനിതൊരു പിന്നു കുത്തുവാണ്. ഇതിന് ഒരു പിന്നു കുത്തി. ഇനി നമുക്ക് രണ്ട് പ്ലീറ്റ് എടുത്തേ.
ഇത് മുന്താണി ഇട്ട് ഇനി ഞാനിത് ഇതിൻ്റെ ഇവിടെ പിൻ ചെയ്യുവാണേ. പിൻ ചെയ്തിട്ട് ബാക്കി കാണിക്കാതെ പിൻ ചെയ്തു. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാ ഇനി ഇവിടെ റെഡിയാക്കുവാണേ. ഇതിവിടെ ഇവിടെ ഈ നമ്മുടെ കരയും കഴിഞ്ഞ് കുറച്ച് വീതി ഉള്ളു, കുറച്ച് ഭാഗം കാണും. ആ വീതി അത്രയും വേണ്ട, നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് ഒരുപാട് വീതി വേണ്ട. ഇവിടെ വീതി ഉള്ളത് കൊണ്ട്, വീതി കുറവുള്ളത് കൊണ്ട് അപ്പം എന്ത് ചെയ്യണമെന്ന് നമ്മളിവിടെ എന്താണ് ഇങ്ങനെ ഇവിടെ അങ്ങ് മടക്കിയാൽ മതി. കുറച്ച് മടക്കിയിട്ട് ഇവിടോട്ട് പിൻ ചെയ്താൽ മതി. ഇവിടോട്ട് ഇത് വെച്ച് നമ്മളിങ്ങനെ പിൻ ചെയ്യുക. നേരം കാണത്തില്ലല്ലോ, കണ്ടോ? നേരം ആ മടക്ക് കുറച്ച് ഒരുപാട് ആ വീതി വേണ്ടല്ലോ നമുക്ക്. ഇതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ റെഡി ആകത്തുള്ളൂ. ഞാനിത് ബ്ലൗസ് ഇട്ടിട്ട് ഇനി കാണിക്കാമേ. അത് റെഡിയായിട്ട് കൊടുത്തിട്ടുണ്ടേ. ഈ സൈഡൊക്കെ കണ്ടോ, നന്നായിട്ട് ആ വീതിയുള്ള ഭാഗമൊക്കെ നമ്മളിത് മടക്കിയെടുത്ത് കണ്ടോ. കുറച്ച് ഭാഗം ഞാൻ മടക്കിയിട്ടുണ്ട്. ഒരുപാട് വീതി ഉള്ളെങ്കിൽ മടക്കിയാൽ മതി. നമുക്ക് നന്നായിട്ട് പുറകുവശമൊക്കെ കണ്ടോ. തുമ്പ് ഇത്രയും, നമുക്ക് ഇത്രയെങ്കിലും തുമ്പ് വേണം, എന്നാലേ മുന്താണി സൈഡ് ഇത്രയും വേണം, എന്നാലേ ഒരു ഉടുത്താലൊരു ഭംഗിയുള്ളൂ. എല്ലാവർക്കും ഉടുക്കാൻ അറിയാമായിരിക്കും, എന്നാലും ഞാൻ ഉടുക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ഇട്ട് നാളെ വരാം. താങ്ക് യു.